ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഡോക്ടർ അഞ്ജലക്ഷ്മി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഉണക്കമുന്തിരി കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഉണക്കമുന്തിരി കഴിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ, അതെങ്ങനെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കാം. നിരവധി ഗുണങ്ങളുണ്ട് ഉണക്കമുന്തിരിക്ക്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ് ഉണക്കമുന്തിരി. വൈറ്റമിൻസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരിയിൽ. കൂടാതെ ഇത് ഫൈബർ റിച്ചുമാണ്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരി കഴിക്കാൻ വൺ ഓഫ് ദ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് സോക്ക് ചെയ്ത് കഴിക്കുകയാണ്. അതായത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതി. അതായത് കുറച്ച് മുന്തിരി എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഒന്ന് ഞെരടി പിഴിഞ്ഞിട്ട് അത് നമുക്ക് കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി സോക്ക് ചെയ്ത് വെക്കുക, അത് അടച്ചു വെക്കുക, പിറ്റേ ദിവസം രാവിലെ ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് കുടിക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പം ഞെരടി പിഴിയുമ്പോഴേക്ക് ആ റൈസിൻസിൻ്റെ ബാക്കി, ആ മുന്തിരിയുടെ ബാക്കി കളയണമെന്നൊന്നുമില്ല കേട്ടോ. ഞെരടി പിഴിഞ്ഞ് നമുക്ക് അത് തന്നെ കുടിക്കാവുന്നതാണ്. രാവിലെ കുടിക്കാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീടോക്സിഫൈങ് ഡ്രിങ്കാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഉണക്കമുന്തിരി വെള്ളം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന്. അതുകൂടാതെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒരു ലാക്സേറ്റീവായിട്ടും വർക്ക് ചെയ്യും. ഉണക്കമുന്തിരിയിൽ ധാരാളം അയണും ബി കോംപ്ലക്സും വൈറ്റമിനും കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീമിയ പോലുള്ള അസുഖമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 1, 2 അല്ലെങ്കിൽ 3, 4 റേസിൻസ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് കൊടുക്കുക. അത് ഒരു സ്പൂണൊക്കെ കൊടുത്താൽ മതി. പല നേരമായിട്ട് കൊടുക്കാവുന്നതാണ്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളും അത് കണക്കാன ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും. കണ്ണുകളുടെ ആരോഗ്യത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വയറിലുണ്ടാകുന്ന അസിഡിറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് മാറാനായിട്ടും ഇത് സഹായിക്കും. സ്ത്രീകൾക്ക് മെനപ്പോസിൻ്റെ സമയമാകുമ്പോൾ, അതായത് അവരുടെ പീരീഡ്സ് നിൽക്കുന്ന സമയമാകുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും തളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ്. ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള രോഗങ്ങൾക്കും ഇത് നല്ലതാണ്. ഇത് കൂടാതെ ചർമ്മ സംരക്ഷണത്തിനും ഇത് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ദിവസവും ഉണക്കമുന്തിരി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുമെന്ന് പേടിക്കുകയും വേണ്ട. അപ്പം ഒന്നും അമിതമായിട്ട് കഴിക്കാൻ പാടില്ലല്ലോ അല്ലേ. അതേ കണക്ക് തന്നെ ഇതും ഒരുപാട് ക്വാണ്ടിറ്റി, ഒരു ദിവസം ഒരുപാട് എടുത്തിട്ട് സോക്ക് ചെയ്ത് കഴിക്കാൻ പാടില്ല. കുറച്ച് 1, 2 സ്പൂണൊക്കെ മാത്രം സോക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഒരുപാടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചിലവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.